ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 7 CBSE യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഹീറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത്. നമ്മൾ അത് സീരീസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം അല്ലേ. നമുക്ക് നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. An iron ball at 40 degrees Celsius is dropped in a mug containing water at 40 degrees Celsius. The heat will dash എന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു അയൺ ബോൾ ഉണ്ട് അല്ലേ, ഒരു അയൺ ബോൾ ഉണ്ട്. അയൺ ബോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു മഗ് കണ്ടെയ്നിങ് വാട്ടർ, ഒരു മഗ്ഗിൽ നിറച്ചും വാട്ടർ ഇല്ല, ഒരു മഗ്ഗിലേക്ക് എന്തിട്ടു, നമ്മുടെ അയൺ ബോൾ ഡ്രോപ്പ് ചെയ്തു. അതിനെന്താണ്, അയൺ ബോളും 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ മഗ് കണ്ടെയ്നിങ് വാട്ടർ, അതായത് ആ വാട്ടറിന് എന്താണ്, വാട്ടറിൻ്റെ ടെമ്പറേച്ചറും നമുക്ക് പറഞ്ഞിട്ടുള്ളത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഹീറ്റ് വിൽ, അതായത് ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ അവിടെ നടക്കുമോ, അല്ലെങ്കിൽ ഹീറ്റ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 80 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, 20 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, മോർ ദാൻ 50 ഡിഗ്രി സെൽഷ്യസ് ബട്ട് ലെസ് ദാൻ 80 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നുണ്ട്. 50 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ്, അതേപോലെ തന്നെ 80 ഡിഗ്രി സെൽഷ്യസിന് കുറവാണെന്നാണ് പറഞ്ഞുള്ളത്. അതേപോലെ തന്നെ ബിറ്റ്വീൻ 30 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കല്ലേ, നമുക്ക് ഒന്ന് ചിത്രം വരച്ച് നോക്കാം. നമുക്കൊന്ന് വരച്ച് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാന്നല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, ഒരു അയൺ ബോളാണ്. അയൺ ബോള് 40 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്, അതിൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞുള്ളത്. അതേപോലെ തന്നെ ഒരു മഗ്ഗിൽ എന്തുണ്ട്, വാട്ടർ ഉണ്ട്. വാട്ടറിനും എന്താണ്, വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് പറഞ്ഞത്, വാട്ടറിൻ്റെ ടെമ്പറേച്ചറും നമുക്ക് തന്നിട്ടുള്ളത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യണം അല്ലേ, ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്ത്, ഇതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ എന്താണ്, സെയിം ആണ്. നമുക്കറിയാം എന്ത്, ഹീറ്റ് വിൽ ഓൺലി ഫ്ലോ ഇഫ് ദർ ഈസ് എ ഡിഫറൻസ്. ഹീറ്റ് വിൽ ഓൺലി ഫ്ലോ ഇഫ് ദർ ഈസ്, എന്താണ് അവിടെ എന്ത് വേണം, ഇഫ് ദർ ഈസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവണം ബിറ്റ്വീൻ ഓബ്ജക്ട്സ് അല്ലേ. ഡിഫറൻസ്, ഹീറ്റ് വിൽ ഓൺലി ഇഫ് ദർ ഈസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഹീറ്റ് ഫ്ലോ ചെയ്യുക എങ്ങനെയാണ്, ഹീറ്റ് വിൽ ഓൺലി ഫ്ലോ ഇഫ് ദർ ഈസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹീറ്റ് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെയും 40 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇവിടെയും 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഇവിടെ എന്ത് നടക്കില്ല, ഹീറ്റിൻ്റെ ഫ്ലോ നടക്കില്ല അല്ലേ. ഹീറ്റ് എങ്ങനെയാണ് പോവാം, ഹീറ്റ് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് വിൽ ഫ്ലോ ഇൻ ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ. അതായത് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കാണ് എന്ത് പോവുക, ഹീറ്റ് പോവുക അല്ലേ. ഹീറ്റ് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കാണ് ഹീറ്റിൻ്റെ ഫ്ലോ ഉണ്ടാവുക. അതേപോലെ തന്നെ എന്ത് വേണം, അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം അല്ലേ. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോകുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇവിടെയും 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവരുടെ രണ്ടുപേരുടെയും ടെമ്പറേച്ചർ സെയിം ആയതുകൊണ്ട് അവിടെ എന്ത് നടക്കില്ല, ഹീറ്റ് ഫ്ലോ നടക്കില്ല. അപ്പോൾ ഹീറ്റ് ഫ്ലോ നടക്കാത്തതുകൊണ്ട് ഈ അയണിൻ്റെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അയൺ ബോളിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ നമ്മളെ മഗ്, വാട്ടർ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മഗ്ഗിലുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഹീറ്റ് ഫ്ലോ നടക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും, 40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഈ മഗ്ഗിൻ്റെ ഉള്ളിലുള്ള ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കാരണം ഇത് രണ്ടും ആഡ് ചെയ്യില്ല അല്ലേ, ഇത് രണ്ടും ആഡ് ചെയ്യല്ല ചെയ്യുക. ഇതിൽ എന്താണ്, ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത് എത്രയാണോ ആ ടെമ്പറേച്ചറിൽ തന്നെ നിൽക്കും. ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചർ അത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഹീറ്റ് ഫ്ലോ അവിടെ നടക്കുന്നില്ല. അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ഉണ്ടാവുക, റൈറ്റ്. അപ്പോൾ നമുക്ക് 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല അല്ലേ. നമുക്ക് 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള രണ്ട് ടെമ്പറേച്ചേഴ്സ് 18, 20 ആണ് അല്ലേ. 8 എന്തായാലും വരില്ല, കാരണം ടെമ്പറേച്ചർ ഡബിൾ ആവും. നമ്മൾ ഒരു ഹീറ്റുള്ള സാധനം വേറൊരു ഹീറ്റിലേക്ക് നമ്മൾ സെയിം ഹീറ്റുള്ള
ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഹീറ്റ് ഫ്ലോ നടക്കും. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഹീറ്റ് ഫ്ലോ നടക്കും. പക്ഷേ സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ ഏതാണോ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിൽ തന്നെയാണ് അത് നിൽക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 80 ഡിഗ്രി സെൽഷ്യസ് എന്തായാലും വരില്ല. ഇനി ടെമ്പറേച്ചർ കുറയുന്ന പറഞ്ഞ് ടെമ്പറേച്ചർ കുറയോ ഇല്ല, അവിടെ ഹീറ്റിൻ്റെ ഫ്ലോ നടക്കുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ അല്ലേ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 50 ഡിഗ്രി സെൽഷ്യസ് ബട്ട് ലെസ് ദാൻ 80 ഡിഗ്രി സെൽഷ്യസ്, അതായത് 50% അല്ലെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതലും 80 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവാണെന്നാണ് പറഞ്ഞത്. അതും എന്തെയില്ല, നടക്കില്ല. കാരണം 40 ആണ് പറഞ്ഞത് അല്ലേ, 40 ആണ് പറഞ്ഞത്. അപ്പോൾ ഇതും എന്തെയില്ല, നടക്കില്ല. ഇനി ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി എന്താണ്? ബിറ്റ്വീൻ 30 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 50 ഡിഗ്രി സെൽഷ്യസ്, അതായത് 30 ഡിഗ്രി സെൽഷ്യസിൻ്റെയും 50 ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഇടയിലായിരിക്കും ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ പറഞ്ഞ കേസിൽ എന്താണ് 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് 30ൻ്റെയും 50ൻ്റെയും ഇടയിലാണ് ഏത് വരുന്നത്, 40 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് ഈ ഒരു വാല്യൂവിൽ വരില്ലേ, ബിറ്റ്വീൻ 30 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ വാല്യൂവിൽ വരും. അപ്പം നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ ഡി ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ഓൾ.